നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ ദിലീപിനു വേണ്ടി സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. ദിലീപ് നിരപരാധിയാണെന്ന് ശാന്തിവിള ദിനേശ് ശക്തമായി വാദിക്കുന്നു. ഇതിനുവേണ്ടി അതിജീവിതയെ പരോക്ഷമായി അവഹേളിക്കുവാൻ പോലും ശാന്തിവിള തയ്യാറാകുന്നു. ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ശാന്തിവിള ദിനേശ് തന്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ തേടുന്നത്. മീനാക്ഷിയെയും ദിലീപിനെയും കാവ്യമാധവനെയും കുറിച്ചാണ് പരാമർശം. അച്ഛൻ ക്രൂരനാണെന്ന് മനസ്സിലാകാത്ത മകളാണോ MBBS പാസ്സായത് എന്നാണ് ഒരുത്തൻ ചോദിക്കുന്നത്. അച്ഛൻ ക്രൂരനല്ല, ഹൃദയാലുവാണ്. അച്ഛനെയും ഒരു പെൺകുട്ടിയും ചേർത്ത് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബജീവിതം തകർന്നു. നാട്ടുകാർ മുഴുവൻ തനിക്കെതിരായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ വിവാഹം കഴിച്ചവനാണ് ദിലീപ്. അതുകൊണ്ടാണ് അയാൾക്ക് താൻ ഈ ബഹുമാനം കൊടുക്കുന്നതെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. കാവ്യമാധവൻ എന്ന പെൺകുട്ടി കാരണമാണ് അയാളുടെ ദാമ്പത്യ ജീവിതം തകർന്നതെന്ന് ഇവിടെ ഒരുപാട് പേർ പറഞ്ഞു. അവളുടെ ദാമ്പത്യ ജീവിതവും തകർന്നു. താൻ നിമിത്തമാണല്ലോ ആ പെൺകുട്ടിയുടെ ജീവിതം തകർന്നതെന്ന് കരുതി എന്ത് നഷ്ടം വന്നാലും കേരളം മുഴുവൻ പെണ്ണുപിടിയൻ എന്ന് പറഞ്ഞാലും താൻ അവളയെ കെട്ടു എന്ന് പറഞ്ഞ ആളാണ് ദിലീപ്. അതുകൊണ്ട് ദിലീപിനെ താൻ ബഹുമാനിക്കുന്നു എന്നാണ് ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞത്. നടി മഞ്ജു വാര്യരാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ. ഈ ബന്ധത്തിൽ പിറന്ന മകളാണ് മീനാക്ഷി. 2015 മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം 2016 ദിലീപ് കാവ്യയെ വിവാഹം ചെയ്തു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദിലീപ് കുറ്റവിമുക്തനായത്. കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി നൽകിയിട്ടില്ലെന്ന് മഞ്ജു വാര്യർ പ്രതികരിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പറയാനാകില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും പുറത്തു പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും താൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിലുള്ള വിശ്വാസം ദൃഢമാക്കാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്നാണ് മഞ്ജു വാര്യർ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറഞ്ഞത്. വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ അതിജീവിതയും പ്രസ്താവന പുറത്തുവിട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ശാന്തിവിള ദിനേശ് പുറത്തുവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.